യന്ത്രത്തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ദുബായ് വിമാനം പുറപ്പെടാനായില്ല. പുലർച്ചെ 5-ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. വിവരങ്ങളുമായി തിയോഫിനുണ്ട്. തിയോഫിൻ, പുലർച്ചെ 5 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു. അപ്പോൾ ഈ യാത്രക്കാരെയൊക്കെ ദുബായിൽ എത്തിക്കാനുള്ള മറ്റെന്തെങ്കിലും ബദൽ മാർഗമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം എന്താണ് ഈ തകരാറ്? ഇത് പുലർച്ചെ 5 മണിക്ക് ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് തകരാറിലായത്. ഇന്ന് അടിയന്തരമായി തന്നെ ദുബായിലെത്തേണ്ട നിരവധി യാത്രക്കാരുണ്ട്. പല ജോലികളുടെ ആവശ്യവുമായിട്ടും വിസ കാലാവധി, അതായത് ഇനി ഉടൻ തന്നെ വിസ കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെത്തി വിസ പുതുക്കേണ്ടവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് യാത്രക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ മറ്റൊരു വിമാനം ക്രമീകരിച്ച് ദുബായിലേക്ക് അയക്കാനുള്ളൊരു ശ്രമങ്ങൾ എയർ ഇന്ത്യ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ വിമാനം യാത്ര പുറപ്പെടാനായി ഒരുങ്ങുന്ന സമയത്താണ് യന്ത്രത്തകരാറുണ്ടായത്. യന്ത്രത്തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര നിർത്തിവെക്കുകയും പിന്നീട് അതിന് മെക്കാനിക്കൽ വിഭാഗത്തെ വിവരമറിയിക്കുകയും ചെയ്തു. വിമാനത്തിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വിമാനം പെട്ടെന്ന് പുറപ്പെടാൻ കഴിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിമാനം ക്രമീകരിച്ച് യാത്രക്കാരെ ദുബായിലേക്ക് വിടാനുള്ള ശ്രമങ്ങളാണ്. തിയോഫിന് ഈ തകരാറുണ്ട് എന്നൊക്കെ മനസ്സിലായത്. ടേക്ക് ഓഫിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പുറപ്പെടാനായി വിമാനം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് യന്ത്ര തകരാറുണ്ടെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് വിമാനത്തിൻ്റെ യാത്ര നീട്ടിവെക്കുകയും അങ്ങനെ യാത്രക്കാരൊക്കെ ഈ ലോബിയിൽ തന്നെ കാത്തിരിക്കുകയാണ്. ടേക്ക് ഓഫ് നടത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. കാരണം യന്ത്രത്തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് സാങ്കേതിക വിഭാഗത്തെ അറിയിച്ചു. എഞ്ചിനീയർമാരെ വിവരം അറിയിക്കുകയും അവർ പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് വിമാനത്തിൻ്റെ യാത്ര ഈ വിമാനം പുറപ്പെടേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു വിമാനം ക്രമീകരിച്ച് യാത്രക്കാരെ ദുബായിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ യാത്രക്കാരെ എത്തിക്കാൻ കഴിയുമെന്നൊരു സൂചനയാണ് അധികൃതർ നൽകുന്നത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.